തിരുവോണത്തിന്റെ അന്ന് രാവിലെ തന്നെ അമ്പലത്തിൽ പോയി. വേറെ എന്ത് മിസ്സാക്കിയാലും അമ്പലത്തിൽ പോണത് മിസ്സാക്കില്ല. ഒരു കാലത്തും അമ്പലത്തിൽ കയറാത്തവർ വരെ ഓണത്തിന് അമ്പലത്തിൽ വന്നേക്കും. അമ്പലത്തിൽ വെച്ച് നമ്മുടെ AB വ്ളോഗിയും കണ്ടുമുട്ടിയിട്ടുണ്ട്. ഒരാൾ ഇവിടെ അമ്പലത്തിൽ കയറാതെ ഒരു ലോഡ് ഫോണും കൊണ്ട് നടക്കുകയാണ്. അമ്പലത്തിന്റെ ഫ്രണ്ടിൽ തന്നെ അത്തപ്പൂവും പിന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും വേണ്ടി ഊഞ്ഞാലും കിട്ടിയിട്ടുണ്ട്. അമ്പലത്തിൽ നിന്ന് നേരെ വീട്ടിൽ പോയ ഉടനെ തന്നെ അമ്മയുടെ വക ഓണപ്പണി കിട്ടിയിട്ടുണ്ട്. ഈ കൊല്ലത്തെ ഓണം നമ്മുടെ വീട്ടിലാണ് ആഘോഷിക്കുന്നത്. അതായത് അമ്മയുടെ ചേച്ചിയും മാമിയും പിള്ളേരൊക്കെ വരുന്നുണ്ട്. അങ്ങനെ 3 ഫുൾ തേങ്ങ ചിരകി. അടുത്തിനി പായസത്തിന് വേണ്ടി ശർക്കര അലിയിച്ചെടുക്കണം, ചൗരിയും തിളപ്പിച്ചെടുക്കണം. അത് കഴിഞ്ഞ് നേരത്തെ ചിരകി വെച്ച് തേങ്ങയുടെ തേങ്ങാപ്പാൽ എടുക്കണം. അപ്പോഴത്തേക്കും മാമിയും വല്യമ്മയൊക്കെ വന്നു. അങ്ങനെ വല്യമ്മയൊക്കെ വന്ന് പായസത്തിന്റെ കാര്യങ്ങൾ ഇനി അവര് നോക്കിക്കോളൂ. കുറച്ച് കഴിഞ്ഞ് നമ്മുടെ ഓണസദ്യ റെഡി ആയിട്ടുണ്ട്. ഈ കൊല്ലത്തെ ഓണസദ്യ ഇതാ കഴിക്കാൻ പോവുകയാണ്. സദ്യയുടെ മുമ്പേ അനി എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. പരിപ്പും സാമ്പാറൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനി കുറച്ച് പുളിശ്ശേരി ആവാം. ഞാൻ പുളിശ്ശേരി കഴിക്കാത്ത ഒരാളാണ്. അമ്മയുടെ വക സ്പെഷ്യൽ പൈനാപ്പിൾ പുളിശ്ശേരി എന്ന് പറഞ്ഞുകൊണ്ടാണ് കഴിച്ചു നോക്കുന്നത്. കുറെ നാൾ കൊണ്ട് കഴിക്കാത്തത് കൊണ്ടാണോ അമ്മയുടെ വക സ്പെഷ്യൽ ആയത് കൊണ്ടാണോ എന്ന് അറിയത്തില്ല, പുളിശ്ശേരി പൊളിച്ചു. ഇനി കുറച്ച് കടലപ്പായസം ആവാം. നമ്മൾ കഴിച്ചു കഴിഞ്ഞ ശേഷം അമ്മമാരെല്ലാം കൂടെ ഇരുന്ന് കഴിക്കുകയാണ്. അനിയത്തി ഇവിടെ കാര്യമായിട്ട് ചേട്ടനെ ഒരുക്കി സെറ്റ് ആക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നട്ടുച്ചയ്ക്ക് തന്നെ അവർക്ക് ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് ഫോട്ടോ എടുപ്പിക്കുക. വൈകിട്ടായപ്പോഴത്തേക്ക് വീണ്ടും അപ്പുറത്തുനിന്ന് കുഞ്ഞമ്മയും പിള്ളേരും എല്ലാവരും വന്ന് ഓണക്കളികൾ കളിച്ചു തുടങ്ങിയിട്ടുണ്ട്. കുപ്പിയിൽ വെള്ളം നിറയ്ക്കൽ, കസേര ചുറ്റൽ, സുന്ദരിക്ക് പൊട്ട തൊടൽ, പിന്നയ്ക്ക വറക്കൽ, അവസാനമായി ആവേശകരമായ ഒരു വടംവലിയും കഴിഞ്ഞ് എല്ലാവരും സന്തോഷകരമായ ഒരു ഓണം ആഘോഷിച്ചിട്ട് പിരിഞ്ഞു. എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പോൾ ഓക്കെ, ബൈ.